ഒട്ടുമിക്ക പേരും നാളികേരക്കൊത്ത് യൂസ് ചെയ്യാറില്ല. ഇഞ്ചൻപുളിയുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ നാളികേരക്കൊത്ത് ഇതിലേക്ക് ഇടുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഉരുളിയാണ് എടുത്തേക്കണത് ഇഞ്ചൻപുളി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൽപ്പുളി പിഴിഞ്ഞൊഴിച്ച് അരിച്ച് വെച്ച പുളിവെള്ളമാണ് നമ്മൾ ഈ വലിയൊരു ഉരുളിയിൽ നമ്മൾ ഒഴിച്ചേക്കണത്. അതിനോടൊപ്പം തന്നെ നമ്മൾ നന്നാക്കി ചെറുതാക്കി വെച്ച പച്ചമുളകും ഇഞ്ചിയും വേപ്പിലും നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ പച്ചയോട് തന്നെയാട്ടാ ആ പുളിവെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റവ് ഒന്ന് ഓണാക്കി, എന്നിട്ട് നമ്മൾ ചട്ടകത്തോണ്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കുക. അങ്ങനെ നമ്മളത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് അത് തിളച്ച് ഈ പുളിവെള്ളം നന്നായി തിളച്ച് വറ്റി തുടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച കോൽപ്പുളിയുടെ പുളിവെള്ളം, അരിച്ചെടുത്ത പുളിവെള്ളം നമ്മൾ വീണ്ടും വറ്റും തോറും ഒഴിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെയാണ് നമ്മൾ